വിഴിവാർന്നു നിന്നുമീ ഇഴ ചേർത്ത് തുന്നുമീ കനവായിരങ്ങളിൽ തുണയായി നിന്നു ഏകാന്ത മൗനമേ വിരിയുകയോ. നിങ്ങളുടെ മേലുള്ള എല്ലാ ദോഷങ്ങളും ഇതോടെ മാഞ്ഞുപോ. ദൈവം കൂടെ നിൽക്കും. എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് മാത്രമേ വരൂ. കൊറേ ദിവസമായി ഒരു പുതിയ വേലക്കാരി വരാൻ പോകുന്നു പറഞ്ഞോണ്ട് ഭീഷണിപ്പെടുത്തുന്നു. എങ്ങനെയെങ്കിലും അവളെ പുറത്താക്കണം. അതിപ്പോ അവൾ ആരാ എന്താന്നൊന്നും അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? അവൾ ആരായാലും അവളെ കാണാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഈ തറവാട്ടിലെ അടുക്കളയിൽ അങ്ങനെ ഏതോ ഒരുത്തി വന്ന് ഒരു ദിവസം പോലും കാല് കുത്തുന്നത് ഞാൻ സഹിക്കില്ല മോളെ. അത് എനിക്ക് സഹിക്കില്ല. പക്ഷെ അവളെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസും ഇവിടെ ആരും പുറത്തു വിടുന്നില്ലല്ലോ. എല്ലാം രഹസ്യമായിട്ടുള്ള ഓപ്പറേഷൻസ് അല്ലേ? അപ്പൊ തന്നെ മനസ്സിലായില്ലേ മോളെ, അവരിറക്കാൻ പോകുന്നത് അത്ര നിസ്സാരക്കാരിയല്ലെന്ന്. ചേച്ചി, ഏതവള് വന്നാലും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കരുത്. അതൊക്കെ ഞാൻ ഏറ്റു. പക്ഷെ അതിലും വലിയൊരു പ്രശ്നമല്ലേ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതെന്താ ചേച്ചി? ഇത്ര വേഗം മോളത് മറന്നുപോയോ? 2 കുഞ്ഞുങ്ങളിൽ ഒന്ന് മാത്രം വാഴാൻ വിധിയുള്ള ഈ തറവാട്ടിൽ പൂജയുടെ കുഞ്ഞിനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യുമെന്ന് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്താ രണ്ടും കൂടി ഒരു രഹസ്യ ചർച്ച? എടി, നിന്നോടൊക്കെ ഞാൻ എത്ര തവണ പറഞ്ഞു ഈ വീട്ടിലെ ഗ്രൂപ്പ് ഉണ്ടാക്കരുതെന്ന്. അതുമല്ല, ഞങ്ങൾക്ക് ഇവിടെ മിണ്ടാനും പറയാനും പോലുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, പക്ഷെ അത് നല്ല കാര്യത്തിന് വേണ്ടി ആവണം. അല്ലാതെ കൊതിയും നുണയും പറയാനാവരുത്. അതിന് ഞങ്ങൾ പറഞ്ഞ എന്താണെന്ന് പോലും മുത്തശ്ശി കേട്ടില്ലല്ലോ. ഞാൻ കേൾക്കാത്തത് നിന്റെയൊക്കെ ഭാഗ്യം. എടി ഗോമതേ, എന്തോ നീ ഇവളോട് പറഞ്ഞതാ സ്വാമി പറഞ്ഞ കാര്യങ്ങളല്ലേ? അയ്യോ അല്ലമ്മേ, എടി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അത് മറ്റൊരാൾ അറിയാൻ പാടില്ലെന്ന്.